നിയമസഭയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഈ ധാർഷ്ട്യത്തിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്താൽ മതി അതൊക്കെ. അല്ലാതെ ഞങ്ങൾ പിന്നെ തലയിൽ കയറിയിട്ട് ഞരങ്ങാൻ നിൽക്കണ്ട. നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കേരളം കെട്ടിപ്പടുക്കാൻ തരണം എന്ന് പറയാൻ അസാധാരണമായ തൊലിക്കെട്ടി വേണം. കണ്ടാമൃഗം പോലും തോറ്റുപോകും. കണ്ടാമൃഗത്തെ മൃദുല ചർമ്മനാക്കുന്ന തൊലിക്കെട്ടിയായി പോയി ഇത്. എങ്ങനെയാ ഇങ്ങനെ പറയാൻ സാധിക്കുക? പ്രളയബാധിതർക്കായി വിദേശത്ത് നിന്നെത്തുന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ സന്നദ്ധ സംഘടനകളെ സർക്കാർ അനുവദിക്കുന്നില്ലെന്നും ഓഡിയോയിൽ മുനീർ വിമർശിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ കടുത്ത പരാമർശങ്ങളിൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനമുയർന്നു. രാഷ്ട്രീയത്തിനപ്പുറം അതിൽ ഭരണപ്രതിപക്ഷമില്ലാതെ ഇപ്പം മുഖ്യമന്ത്രി എന്നെ 2-3 തവണ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ICUലാണ്. അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നുണ്ട്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതിനപ്പുറം ഒരു മനുഷ്യനായി എന്നെ പരിഗണിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് ഇതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റിയ ഏക പാഠം. അതൊരു വലിയ പാഠമാണ്. പിന്നെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ അതിനുശേഷം ഞാൻ ആലോചിച്ചു, പിന്നെ നമ്മൾ രാഷ്ട്രീയം പറയാം, പക്ഷേ വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്കൊക്കെ അങ്ങനെ പോകേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളൊരു മനോഗതിയിലേക്ക് ഞാൻ വരികയാണ്. വ്യക്തിപരമായി നമ്മൾ ആളുകളെ അവർ തെറ്റായി ചെയ്യുന്ന രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാം, പക്ഷേ ആ വ്യക്തിയെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളൊരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു രാഷ്ട്രീയ സത്യം